എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് വേറൊന്നും കൊണ്ടല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് കൊട്ടാരത്തിൽ നമ്മൾ പോയത്. അപ്പം അതിന് കുറേ കമൻസൊക്കെ നമുക്ക് വന്ന് അത് ആ വീഡിയോയ്ക്കും ആ വീഡിയോയുടെ താഴെയും വന്നു. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറേ വന്നു. വേറൊന്നുമല്ല, ആ വീഡിയോയ്ക്ക് വോളിയം കുറവാണ്, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ശരിയായിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് വന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അത് കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞത് തന്നെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു, എല്ലാവർക്കും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല, ഓരോരുത്തരായിട്ട് മറുപടി കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തായാലും ഒരു വീഡിയോ എടുക്കാം. അപ്പം ഇതിപ്പോൾ എല്ലാവരും കാണുമല്ലോ. ഫസ്റ്റ് പറയാം, ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ ആകെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളൂ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം എനിക്ക് എഡിറ്റിങ് അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പഠിച്ച് ഒന്നും അത്രയൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം ഇൻഷോട്ടിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടു. പക്ഷേ എനിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് ഇൻഷോട്ട് തന്നെയാണ്. ഞാൻ അതിലാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്തത്. അപ്പം ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ വീഡിയോസിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇൻഷോട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് തന്നെ ക്യാൻവാസ് ഉണ്ട്, അതായത് യൂട്യൂബിനായിട്ടുള്ള ക്യാൻവാസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന്. അതിലാണ് ഞാൻ കൊടുത്തതും. അതുപോലെ തന്നെ വോയിസും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതെന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോ അങ്ങനെ ആയിപ്പോയെന്ന് എനിക്കും എത്ര നോക്കിയിട്ട് എനിക്കും അറിയത്തില്ല. ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. എന്നുവെച്ചാൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന ആ ഒരു തമ്പനെയിൽ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല നോർമലി ഒരു യൂട്യൂബ് വീഡിയോയ്ക്കകത്തുള്ള തമ്പനെയിലിൻ്റെ അത്രയുണ്ട്. പക്ഷേ തമ്പനെയിൽ കഴിഞ്ഞ് ആ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പം ചെറുതായിട്ടാണ് കാണുന്നത്. അതെന്താ അങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയത്തില്ല, സത്യം പറയാമല്ലോ. കാരണം എഡിറ്റ് ചെയ്ത് എനിക്കറിയാവുന്ന പോലെ ഞാൻ എഡിറ്റ് ചെയ്താണ് ആ വീഡിയോ ഇട്ടത് തന്നെ. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് പറഞ്ഞു തരിക. അപ്പം എൻ്റെ പോസിറ്റീവായാലും എൻ്റെ നെഗറ്റീവായാലും എനിക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടല്ലോ, അതൊരു വലിയ കാര്യം തന്നെയല്ലേ. അറിയാമല്ലോ, കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് എഡിറ്റിങ്ങും ഒക്കെ എനിക്ക് നൈറ്റേ പറ്റത്തുള്ളൂ. ഇപ്പം ചിലപ്പോൾ ഒരു 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോസ് ആയിരിക്കും ഞാൻ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഭയങ്കര റിസ്ക്കാണ്. പിന്നെ ചോദിക്കും, പിന്നെ എല്ലാവരും പറയും, ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഒരു 3 വർഷമാണെന്ന് തോന്നുന്നു, അത്രയെങ്ങാണ്ടായി. പക്ഷെ എന്നിട്ട് എനിക്കൊന്നും അറിയത്തില്ലേന്ന് ചോദിക്കുന്നത്. കാരണം ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. ഓരോരുത്തർ ഓരോ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നത് കണ്ട് കേട്ടും കണ്ടും ഒക്കെയാണ് ഞാനിപ്പോൾ ഇതൊക്കെ അറിയുന്നത്. മുന്നേ വീഡിയോസൊക്കെ ഞാൻ ഇടുമായിരുന്നു, പക്ഷേ അത്രയും എനിക്കൊന്നും അറിയില്ല. പിന്നെ ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പറയും എനിക്ക് മോണിറ്റൈസേഷനായി, അതുപോലെ തന്നെ എനിക്കിതിൽ നിന്ന് ഈ വരുമാനം കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുമ്പം ഒരു മനസ്സിലൊരാഗ്രഹം. കാരണം നമുക്കൊരു ചാനലുണ്ടായിട്ട് ഇതുവരെ നമുക്കിതിന് പറ്റിയില്ലല്ലോ. കാരണം 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം അത്രയൊക്കെ ആയിട്ട് മോണിറ്റൈസേഷനായി അതിൽ നിന്നും ഒരു ഏണിങ്സ് കിട്ടുന്നെന്ന് പറയുമ്പം ഞാൻ ആലോചിക്കും, ഞാൻ ഇത്രയും വർഷമായിട്ടും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ല, സത്യം പറയാമല്ലോ. എനിക്കിപ്പോൾ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കൂടുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും എന്നെ കൊണ്ടാവുന്ന കിട്ടണ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കിട്ടി അപ്പം ഞാൻ വീഡിയോസ് ഇടും. അപ്പോൾ എത്രയോ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടെന്നറിയാം. കാരണം എനിക്ക് യൂട്യൂബ് വീഡിയോ ഉണ്ടെന്ന് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതുവരെ ഇതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലെന്ന്. കാരണം പറയുന്നവർക്ക് അറിയത്തില്ലല്ലോ ഇതിന് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. കാരണം എല്ലാവരും വിചാരിക്കുന്നത് എന്താ, ഒരു വീഡിയോ അല്ല 2 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ ഇതിൽ നിന്ന് കിട്ടുമെന്നൊക്കെയാണ്. കാരണം ഇങ്ങനെയൊരു മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും നാളായിട്ട് ഇയാൾ വീഡിയോസ് ഇടുന്നു എന്നിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ലേന്ന് ഒത്തിരി പേരെന്നെ കളിയാക്കി തന്നെ ചോദിച്ചിട്ടുണ്ട്, ചിരിച്ചുകൊണ്ട് തന്നെ. നമുക്ക് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകും നമ്മളെ ഒരു കളിയാക്കിയാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചതെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതൊന്നും വലിയ കാര്യമാകത്തില്ല. കാരണം ഒരുപാട് പേര് ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് പറയുന്നവർ ഒരുപാട് പേര് കാണും. കാരണം പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, ആ നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ, പക്ഷേ അവർക്ക് സാധിക്കാത്തതൊന്നാണല്ലോ നമ്മളെയും കൊണ്ട് സാധിക്കുന്നത്. ഞാൻ അത്രേ പറയത്തുള്ളൂ.
എന്നോടിപ്പോൾ എന്താ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കൂടി ഞാൻ പറയും നിങ്ങൾക്കതിന് കഴിയണില്ലല്ലോ, എനിക്കത് കഴിയുന്നുണ്ട്. ഒരു വീഡിയോ ഞാൻ അതിലിടുന്നുണ്ടല്ലോ, നിങ്ങളത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതൊന്ന് സ്വയം ചിന്തിക്കുക, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം സ്വയം ഒന്ന് ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ വീഡിയോസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഇനി ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും അങ്ങനൊരു തെറ്റുണ്ടാകാതെ ഞാൻ ശ്രമിക്കുമെന്ന് പരമാവധി ശ്രമിക്കും. എനിക്ക് പറഞ്ഞു തരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ, അത് തന്നെ നമുക്ക് വലിയ കാര്യമല്ലേ. അപ്പോൾ വേറൊന്നുമില്ല, ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പോൾ എൻ്റെ വീഡിയോസ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. ഇതുപോലെ തന്നെ കമൻസ് അറിയിക്കുക. വളരെ സന്തോഷമാണ് ഇങ്ങനെ. പിന്നെ നമ്മുടെ അപ്പോൾ വേറൊന്നുമില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമൻസിലൂടെ പറയുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല പ്ലീസ്. വേറൊന്നുമില്ല. ഓക്കെ, ബൈ.